അടുത്ത് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് തക്കാളി ചോറാണ്, അല്ലെങ്കിൽ ടൊമാറ്റോ റൈസ്. അപ്പോൾ അതിന് ആവശ്യമുള്ള സാധനങ്ങൾ: ചോറ്, തക്കാളി അരിഞ്ഞു വെച്ചേക്കുന്നതാണ്, സവാള, കുറച്ച് പഞ്ചസാര, കടുക്, കാഷ്നട്ട് ഉണ്ടെങ്കിൽ ഇടാം, ഇല്ലെങ്കിൽ വേണ്ട, വെളുത്തുള്ളി അരിഞ്ഞു വെച്ചേക്കുന്നതാണ്, ഇത് മല്ലിയില, കറിവേപ്പില, വറ്റൽമുളക്, പച്ചമുളക്, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഉപ്പ്. ഇത് റിഫൈൻഡ് ഓയിലാണ് ഞാൻ ഇതിനകത്ത് ഉപയോഗിക്കുന്നത്. പാൻ ചൂടായിട്ടുണ്ട്. അതിൻ്റെ അകത്തേക്ക് 1 ടേബിൾ സ്പൂൺ എണ്ണ, റിഫൈൻഡ് ഓയിൽ വെച്ചിട്ടുണ്ട്. എണ്ണ ചൂടായതോടെ കുറച്ച് കടുകിട്ട് പൊടിക്കും. കടുക് പൊട്ടിയതിന് ശേഷം വറ്റൽമുളക്, കുറച്ച് കറിവേപ്പില, പച്ചമുളക്, ഇതിൻ്റെ കൂടെ വെളുത്തുള്ളി ഇട്ടതിന് ശേഷം അതൊന്ന് ഫ്രൈ ചെയ്യാം. ഇതിൻ്റെ കൂടെ കുറച്ച് കാഷ്നട്ട് ചേർത്തേക്കാം. കാഷ്നട്ട് ഉണ്ടെങ്കിൽ ചേർത്താൽ മതി, ഇല്ലെങ്കിൽ കുഴപ്പമില്ല. ഞാൻ ഇവിടെ ഉള്ളതുകൊണ്ട് ചേർക്കുന്നു. ഇനി സവാള ചേർത്ത് കൊടുക്കാം. സവാള പെട്ടെന്നൊന്ന് വഴഞ്ഞു വെക്കാൻ വേണ്ടി കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. സവാളയുടെ പച്ച മണം മാറിയിട്ടുണ്ട്. നമ്മൾ ഇതിൻ്റെ അകത്തേക്ക് 1 തക്കാളി ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 1/2 സവാളയ്ക്ക് 1 തക്കാളി ചേർത്തിട്ടുണ്ട്. ഇതിപ്പോൾ തക്കാളി ചോറുണ്ട്, നമുക്ക് തക്കാളി തന്നെ 1, 1.5 ഇത്രയും വെച്ച് ചേർക്കാം. ഈ തക്കാളി ചേർത്തതിന് ശേഷം തക്കാളി നന്നായിട്ട് വെന്ത് ഉടഞ്ഞു വരണം, അല്ലെങ്കിൽ ഉടച്ചു കൊടുക്കാം. നമ്മൾ തക്കാളി എത്രത്തോളം നമ്മളത് ഉടച്ചു വിടുന്നു അത്രയും ഫ്ലേവറായിരിക്കും നമ്മുടെ ചോറിന് കിട്ടുന്നത്. തക്കാളി കുറച്ച് വഴന്നു വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇതിനകത്ത് ഗ്യാസ് ഒന്ന് കുറച്ച് വെച്ചിട്ട് കുറച്ച് ഈ ഡിഷിന് ആവശ്യമുള്ള മഞ്ഞൾപ്പൊടി, കുറച്ച് മുളക് പൊടി, എരിവിനനുസരിച്ച് മുളക് പൊടി ഇട്ട് കൊടുക്കാം. ഇനി ഇതിൻ്റെ പച്ചമണം മാറി ഈ തക്കാളി ഒന്ന് മാഷായി വരണം. ഇനി ഇതിൻ്റെ അകത്ത് കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് കൊടുക്കണം. മസാലേൻ്റെ അകത്ത് എണ്ണ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ അകത്തേക്ക് നമുക്ക് ചോറിട്ട് കൊടുക്കാം. ഇത് സാവധാനം ഒന്ന് ഇളക്കി യോജിപ്പിക്കുക. ഇനി ഇതിൻ്റെ അകത്ത് നിങ്ങൾക്ക് കാഷ്നട്ട് ഇഷ്ടമല്ല എന്നുണ്ടെങ്കിൽ കാഷ്നട്ടിന് പകരം നമുക്ക് കടലപ്പരിപ്പ് വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം. അത് ഓരോരുത്തരുടെ ഇഷ്ടം പോലെ.
അല്ലെങ്കിൽ അതില്ലെങ്കിലും വെക്കാം. പക്ഷേ കാഷ്നട്ട് ഇട്ട് കഴിഞ്ഞാൽ ഫ്ലേവർ ഉണ്ടാവും ഈ തക്കാളി ചോറ്. അപ്പോൾ ഇതിട്ടു. അവസാനമായിട്ട് ഇതിൻ്റെ മേളിൽ കുറച്ച് മല്ലിയില, പിന്നെ കുറച്ച് ടേസ്റ്റിന് ഒരു പൊടിക്ക് പഞ്ചസാര. നമ്മുടെ ടൊമാറ്റോ റൈസ് റെഡി ആയിട്ടുണ്ട്. ഇതെല്ലാവരും വീട്ടിൽ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് എനിക്ക് ഫീഡ്ബാക്ക് അറിയിക്കുക.